അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ 27ന്റെ പകൽ ഇന്ന് മുഅ്മിനീങ്ങൾ പ്രധാനപ്പെട്ട് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ പോലിസി ഇവർക്ക് ഉറപ്പാണ്. ഇന്നലത്തെ രാത്രി എന്ത് നഷ്ടപ്പെട്ടാലും ഇന്നത്തെ പകലിൽ എങ്ങനെയാണ് വീണ്ടെടുക്കേണ്ടത്, ഇന്നത്തെ പകലിൽ ഏറ്റവും പോലിശിയാക്കപ്പെട്ട സമയം എന്താണ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ദുആ എന്തൊക്കെയാണ്, ഓതേണ്ട സൂറത്ത് എന്താണ്, ഇന്ന് പ്രധാനപ്പെട്ട അമലുകൾ നമ്മൾ ഏതൊക്കെ പരിഗണിക്കണം, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോക വിജയികളിൽ പരിശുദ്ധ റമളാനിന്റെ പോരിശ കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ അവന്റെ ബറക്കത്ത് കൊണ്ട് റയ്യാൻ കവാടത്തിലൂടെ ആഫിയത്തോടെ ഇസ്സത്തോടെ സ്വർഗ്ഗപ്രവേശനം നടത്തുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും അള്ളാഹു വിജയം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധമായ റമളാനിൻ്റെ 27ന്റെ പകലിൽ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി അള്ളാഹു ഇന്നലത്തെ രാത്രി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചൊല്ലിയ, ഓതിയ, പറഞ്ഞ, ദുആ ചെയ്ത എല്ലാറ്റും അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ വിട പറയുമ്പോൾ സർവ്വചരാചരങ്ങളും മലക്കുകളടക്കം ആകാശവും പോയി മൊത്തം കരയും. റമളാൻ വിട പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അള്ളാഹിൻ്റെ വിരുന്നുകാരൻ സലാം പറഞ്ഞ് പോകാൻ പോവുക, വല്ലാത്ത വേദനയുണ്ട്. അപ്പോൾ നമ്മൾ ദുആരക്കുമ്പോൾ പ്രധാനപ്പെട്ട ദുആ ചെയ്യേണ്ട ഒരു ദുആ എന്തെന്നറിയോ? നിജാബത്ത് കൂടുതലുണ്ട്. കാരണം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് മാത്രമല്ല, കയറി വരുന്ന പകലിലും മഹത്വമുണ്ടെന്ന് ഇമാം നവവി തങ്ങൾ അദ്കാറിലൊക്കെ കറതീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാമിന് ശാഫി റളിയല്ലാഹു തആല അൻഹു കറതീർത്ത് പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് മാത്രമല്ല, പകലിലും, ഇന്നത്തെ പകലിലും പോരിശയുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൻ്റെ കയറി വരുന്ന പകലിൽ പോരിശയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഇജാബത്താണ്. റാഹത്തായിട്ട് ദ്വാരക്കണം. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ റമളാൻ ആക്കരുത്, ഇനിയും ഒരുപാട് റമളാൻ തരണമെന്ന് അല്ലാഹുവിനോട് തേടണം. ആ തേട്ടത്തിനൊക്കെ വല്ലാത്ത ഫضലാണ്. കാരണം ചോദ്യത്തിന് ഭയങ്കര ഇജാബത്തുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. പരിശുദ്ധ 27ന്റെ പകലിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ എങ്ങനെയാണോ നമ്മൾ അമൽ ചെയ്ത് ആ അമലുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന, ചെയ്യേണ്ട ഒരു പകലും കൂടെയാണ്. ഇന്നത്തെ പകലിൽ തസ്ബീഹ് നിസ്കരിക്കുന്നതിന് എന്താ ഫضലെന്നറിയോ? എന്താ ഫضല്? ഇന്നത്തെ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും, പറ്റിയവരുണ്ടാവും. ഇന്ന് നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അതിനും വല്ലാത്ത പോരിശയാണ്, വല്ലാത്ത മഹത്വമാണ്. അപ്പോൾ ഇന്നത്തെ പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദറിൻ്റെ നമ്മൾ തേടിക്കൊണ്ടിരുന്ന പരിശുദ്ധ രാവിൻ്റെ പകലിൽ നമ്മൾ റാഹത്തായിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നന്മകൾ ഉപയോഗപ്പെടുത്തണം, ഖൈറുകൾ ഉപയോഗപ്പെടുത്തണം. ഇന്നലത്തെ രാവിൽ സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈപിടിച്ചിട്ടുള്ള പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ പോരിശ കിട്ടിയിട്ടുള്ള ആളുകൾ, അവർക്ക് ഇന്നത്തെ പകൽ മുതൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. അവിടെ ലൈഫിൽ അവർക്കറിയാൻ പറ്റും, മറ്റുള്ളവർക്കറിയാൻ പറ്റും ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അടയാളങ്ങൾ പ്രധാനപ്പെട്ട് കാണുന്നത് അവിടെ മനസ്സിന് വല്ലാത്ത ഒരു മയത്വം ഉണ്ടാവും, ഒരു കൃപയുള്ള മനസ്സ്. ഇന്നലത്തെ രാവ് വരെ ഉണ്ടായിരുന്ന സ്വഭാവമല്ല ഇനി അങ്ങോട്ട് നമ്മുടെ ഭാവി കാലത്തുണ്ടാകാൻ പോകുന്നത്. പെരുമാറ്റത്തിൽ നല്ലൊരു സോഫ്റ്റ്നെസ്, ആരായിട്ട് ഡീൽ ചെയ്താലും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. മറ്റേത് പരുക്കനായിരുന്നു, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താ അടയാളം? സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൈ മുസാഫഹത്തിൽ പിടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. പിന്നെ കരച്ചിൽ വരിക, അത് മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന അടയാളമാണ്. അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങൾ രക്ഷപ്പെടാൻ ഒരു കാരണമാണ്. അത് കൂടുതലുണ്ടാവുക ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് കരയാൻ പറ്റുക, അള്ളാഹുവിനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ കരച്ചിൽ വരിക, തെറ്റുകളോർത്ത് കരച്ചിൽ വരിക. ആ അടയാളമുണ്ടെങ്കിൽ സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു എന്നതിൻ്റെ സൂചനയാണ്. ഇന്നലെ ലൈലത്തുൽ ഖദർ വന്നിട്ടുണ്ടോ എന്നറിയാൻ ഇന്നത്തെ പകൽ തന്നെ അടയാളമാണ്. അത് അറിയേണ്ടവർക്ക്, അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ലൈലത്തുൽ ഖദർ തലേദിവസം വന്നുപോയാൽ പിറ്റേ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ സൂര്യോദയത്തിൽ സൂര്യന് കിരണങ്ങൾ, തീക്ഷ്ണമായ സൂര്യരശ്മികൾ ഉണ്ടാവില്ല. ഒരു നമ്മൾ സാധാരണ പറയാറില്ലേ, ഇന്നൊരു മൂടൽ പോലെയാണ് തോന്നുന്നത്, ഒരു മഴക്കാറ് പോലെ, ഒരുപാട് ചൂടില്ല, ഒരുപാട് തണുപ്പില്ല, ഒരു നല്ല ഒരു മീഡിയം ക്ലൈമറ്റ് നമുക്ക് കാണാൻ പറ്റും. ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണെന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പോലും കാണാൻ പറ്റും. രാത്രി തന്നെ അറിയാം. ഇന്നലത്തെ രാത്രിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അറിയാവുന്നവർക്കറിയാം, ഹദീസുകൾ മനസ്സിലാക്കിയവർക്കറിയാം. ഒരു പ്രത്യേകമായി വെളിച്ചം ആകാശ ലോകത്തുണ്ടാവും, ആകാശത്തിനൊരു തെളിച്ചം ഉണ്ടാവും.
നല്ലൊരു ക്ലൈമറ്റ്, ഒരുപാട് ചൂടുണ്ടാവില്ല, ഒരുപാട് തണുപ്പുണ്ടാവില്ല, ഒരു മിതമായൊരു മീഡിയം നല്ല ക്ലൈമറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഒരു കുളിര് പോലെ അനുഭവപ്പെടുന്ന ഒരു രാവാണ്. ഒരു പ്രത്യേകമായ അവസ്ഥ നമുക്ക് അന്നത്തെ രാവിലെ തന്നെ ബോധ്യപ്പെടുന്ന വലിയ അടയാളങ്ങൾ കാണാൻ പറ്റും. അതേ അടയാളം ഇന്നത്തെ പ്രഭാതത്തിൽ അതിൻ്റെ കാരണങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ ഒന്നാകെ ഇറങ്ങി വന്നിട്ട് ആ ഒരു വെളിച്ചം നമ്മൾ കാണും രാത്രിയിൽ. അവരൊന്നാകെ തിരിച്ചു പോകുമുണ്ടാകുന്നൊരു മൂടലുണ്ടല്ലോ, സൂര്യരശ്മി തീക്ഷ്ണമായി ഭൂമിയിൽ പതിക്കാത്ത, വലിയ ശക്തമായ വെയിലില്ലാത്ത ഒരു മൂടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ലൈലത്തുൽ ഖദർ കഴിഞ്ഞ രാത്രിയിൽ നടന്നു എന്നതിൻ്റെ, വന്നിറങ്ങി എന്നതിൻ്റെ അടയാളമാണ് എന്നെല്ലാം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടയാളത്തിൻ്റെ പിന്നാലെ പോകണമെന്നല്ല, നമുക്ക് വേണമെന്ന ആഗ്രഹത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്മകൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പോരിശ ഒരാൾക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നലെ ഒരു അമലും ചെയ്യാൻ സാധിച്ചില്ല, സാധാരണ പോലെ സാധിച്ചു എന്നല്ലാതെ അതിൽ കവിഞ്ഞൊന്നും സാധിച്ചില്ല. ഇമാം സാവി തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പോരിശാഗ്രഹിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി ഇന്നത്തെ പകലിൽ പറഞ്ഞാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അദീം സലാസ മറാത്ത്. ഇത് 3 വട്ടം പറഞ്ഞാൽ കാന കമൻ അദ്റക ലൈലത്തുൽ ഖദർ, അവർ ലൈലത്തുൽ ഖദർ കിട്ടിയവരെ പോലെയാണെന്ന് ഇമാം സാവി തങ്ങൾ പറയുന്നു. ഭാഗ്യമാണ് ഈ ദിക്ർ ചൊല്ലാൻ പറ്റുന്നത്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ് കൊണ്ട് കിട്ടുന്ന എല്ലാ പോരിശയും ബറക്കത്തും അള്ളാഹു ഇതുകൊണ്ട് തരും എന്ന് ഉലമാക്കൾ കറതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്ർ ചൊല്ലും നമ്മൾ മറക്കാൻ പാടില്ല, അത് ഓർക്കണം. അതോടൊപ്പം തസ്ബീഹ് നിസ്കാരം ഇന്ന് കഴിയുമെങ്കിൽ നമ്മൾ ഓർക്കണം. അതേപോലെ തന്നെ പരിശുദ്ധമായ സ്വലാത്ത് ഒരു 300-ൽ കുറയാതെ നമ്മൾ ഇന്ന് ചൊല്ലണം. ഒരു 313 അൽഹംദുലില്ലാ ചുരുങ്ങി നമ്മൾ ചൊല്ലേണ്ടതാണ്. ഏത് സ്വലാത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെയോ ഇന്നത്തെ ദിവസം ഹദിയകൾക്ക് ഭയങ്കരമായ ബെനിഫിറ്റാണ്. ഹദിയ കൊടുക്കുക ഭയങ്കര കൂലിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. പിന്നെ സിയാറത്തുൽ ഖുബൂർ, ഇന്നലത്തെ രാത്രി നമ്മളെ അന്വേഷിച്ച് നമ്മുടെ മരിച്ചുപോയവരുടെ റൂഹ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ലേ, നിങ്ങൾ ഞങ്ങളെ മറന്നുപോയോ, നിങ്ങളിപ്പോൾ വിശാലമായി ഓടി നടക്കാൻ പറ്റുന്ന വീട്ടിലാണ്, അത് ഞങ്ങളുടെ പറമ്പാണ്, ഞങ്ങളുടെ സമ്പാദ്യമാണ്, നിങ്ങൾ തന്നെ ഞങ്ങളുടെ അധ്വാനമാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഒന്നും വേണ്ട ഞങ്ങൾക്ക്, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ നന്മയിലേക്ക് ആവശ്യമാണ്, നിങ്ങൾ റാഹത്തായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഹദിയകൾ നൽകണം, ഞങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം, ഞങ്ങളുടെ പേരിൽ നോമ്പ് ഉറപ്പിക്കണം, ഞങ്ങളുടെ പേരിൽ ഹദിയ കൊടുക്കണം, വാപ്പാടെയും ഉമ്മാടെയും പേരിൽ ദുആ ചെയ്യണം, കൂലി കിട്ടണമെന്ന മോഹത്തിൽ ഹദിയ കൊടുക്കുക. എത്ര സന്തോഷമാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. അവരെ സിയാറത്ത് ചെയ്യണം. സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതാൻ പറ്റുന്നവർക്ക് ഓതി ഹദിയ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹദിയ ചെയ്യാൻ പറ്റണം. എത്ര സന്തോഷമാണ് നമ്മുടെ മരിച്ചുപോയവർക്ക് ഇന്നത്തെ ലൈലത്തുൽ ഖദറിൻ്റെ അല്ലെങ്കിൽ 27-ന്റെ പകലിൽ അവർക്ക് കിട്ടാൻ പോകുന്നത്. അതെല്ലാം പരിഗണിച്ചു കൊടുക്കണം, എല്ലാം പരിഗണിക്കണം പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താ, കൂടുതലൊന്നും അമൽ ചെയ്തില്ലെങ്കിലും കുറച്ച് കാര്യമാണ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇഖ്ലാസോടെ ചെയ്യുക. ഇഖ്ലാസോടെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കേസ് എന്താണെന്നറിയോ, ഇന്നത്തെ ഈ ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന നേരമാണ്, പ്രത്യേകിച്ച് 27-ന്റെ പകലാണ്. ഇന്ന് അസർ കഴിഞ്ഞിട്ട് ഒരു വിശ്വാസിനി പടച്ചോനെ അല്ലാഹുവേ, നീ എനിക്ക് ഈ ലോകത്തും ആഫിയത്ത് നൽകണം, എൻ്റെ ഈമാൻ സലാമത്താക്കണം, എനിക്ക് അല്ലാഹു നിൻ്റെ മാരിഫത്തിൻ്റെ നൂറ്, നിൻ്റെ ഹബീബിൻ്റെ നൂറ് അതെൻ്റെ കൽബിലേക്ക് നിറച്ച് തരണം. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ കലിമത്തുകൾ അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഉറപ്പിക്കണം എന്നുള്ള ഇഖ്ലാസോടു കൂടിയുള്ളൊരു ദുആ. എനിക്ക് നീ അഫൂ നൽകണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഈ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും തടസ്സമില്ലല്ലോ, രോഗികൾക്ക് തടസ്സമില്ല, പിരീഡ് സമയം വിഷയമല്ല, അശുദ്ധി വിഷയമല്ല, ഒരു വിഷയമല്ല. ഈ ദുആകൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് പരിഗണിച്ചു കൊടുക്കണം. അസ്ർ കഴിയുമ്പോൾ, അതിനു മുമ്പും വേണം, അസ്ർ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് മൊമെൻറ്റിൽ ഇതിനെ പരിഗണിച്ചു കൊടുത്താൽ നമുക്കൊരു ഖൈറും നഷ്ടപ്പെടില്ല, ഒരു ശർറും നമ്മളെ ബാധിക്കില്ല, എല്ലാ ബറക്കത്തും ഐശ്വര്യം നമുക്ക് കിട്ടാൻ കാരണമാകും. ഒരുപാട് ഇബാദത്ത് ചെയ്തു, കുറേ കർമ്മങ്ങൾ ചെയ്തു, തസ്ബീഹ് നിസ്കരിച്ചു, ഒരുപാട് നിസ്കാരങ്ങൾ നടത്തി, ഒരുപാട് ഖുർആനോത്ത് നടത്തി, അവിടെയൊന്നും ഇഖ്ലാസ് വന്നില്ല, അതൊക്കെ 0 കിടക്കും നമ്മുടെ റെക്കോർഡിൽ. എന്നാലോ ആത്മാർത്ഥമായി കൽബറിഞ്ഞിട്ട് ഒറ്റ ദുആ ചെയ്തു, ഒറ്റ ദുആ, അല്ലാഹുവേ മാപ്പ് നൽകണം, ഇമാം സലാമത്താക്കണം, എനിക്ക് നീ വിജയം നൽകണം, എൻ്റെ മുഹബ്ബീങ്ങൾക്ക് നീ വിജയം നൽകണം, എൻ്റെ മരിച്ചുപോയവർക്ക് നീ ജന്നത്ത് കൊടുക്കണം. ഈ ഒറ്റ ദുആ മതിയാകുമല്ലോ. അത് ഇഖ്ലാസോടെ ആകുമ്പോൾ അതിന് 100 മാർക്കാണ്.
അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, ഇപ്പോൾ പ്രായമുള്ള ഉമ്മമാർ രോഗികൾ വിചാരിക്കും പഠിച്ചവനെ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. ആര് പറഞ്ഞു കിട്ടൂല? അതും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ രോഗിയായിട്ട് കിടക്കുകയാണ്, ഒരാൾ കിടന്നുറങ്ങാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ, അവർക്ക് പോലീസ് കിട്ടും, അവർക്കും കിട്ടും. അവരുടെ കൽബിൽ ഈമാൻ വേണം, അവർക്ക് മോഹം വേണം, അല്ലാഹുവേ കൂലി വേണമെന്ന മോഹം വേണം. അങ്ങനെയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും കിട്ടും. അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ, ചോദിച്ചാൽ അള്ളാഹു തരുമല്ലോ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ പ്രിയപ്പെട്ടവരെ നമ്മൾ സാധ്യത പറയും, ആ രാവാകാം ഈ രാവാകാം, ആകാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. എന്നാൽ ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദർ ഉറപ്പായി കിട്ടുന്നൊരു വിഭാഗമുണ്ട്. ആരാന്നറിയോ? അള്ളാഹുവിനോട് ലൈലത്തുൽ ഖദറിൻ്റെ കൂലി വേണമെന്ന് മോഹിച്ച് ദുആ ചെയ്യുന്നവരാണ്. ഇജാബത്ത് അത് കൊടുക്കുമല്ലോ, നമ്മൾ ദുആ ചെയ്താൽ മതി. പ്രത്യേകം ഓർക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ അറിയണം. അല്ലാഹു സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ദുആനെ കുറിച്ചാണ്. ആ ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ദുആ. അല്ലാഹുമ്മ വഫിർ ഹല്ലി ഫീഹി മിനൻ നവാഫിലി വഅക്രിംനി ബിഇൻജാഹിൽ ഹവായിജി വൽ മസായിൽ വഖർരിബ് വസീലതി ഇലൈക മിൻ ബൈനിൽ വസായിൽ യാ മൻ ലാ യുബ്രിമുഹുൽ ഹാഉൽ മുൽഹീൻ എന്ന് പറയുന്ന, അതായത് സുന്നത്തായ കർമ്മങ്ങളുടെ വിഹിതം എനിക്ക് നീ പൂർത്തിയാക്കി തരണം, സുന്നത്തായ അമലുകളുടെ വിഹിതം എനിക്ക് നീ കൃത്യമായിട്ട് തരണമല്ല. എൻ്റെ ആവശ്യങ്ങളും നേട്ടങ്ങളും വിജയപ്രദമാക്കി നീ എന്നെ മാനിക്കണം. എൻ്റെ ആവശ്യങ്ങളുണ്ട്, എൻ്റെ നേട്ടങ്ങളുണ്ട്, അതൊക്കെ നീ വിജയപ്രദമാക്കണം. നിന്നിലേക്ക് എൻ്റെ വസീല, എനിക്ക് നിന്നിലേക്ക് വരാനുള്ള വഴി നീ എത്രയും പെട്ടെന്ന് അത് നീ അടുപ്പിച്ചു തരണം. നിന്നെ കീർത്തിച്ചാവശ്യപ്പെടുന്നവരെ മടിപ്പിക്കാത്ത പ്രകൃതമാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ. ഒരാളെയും മടിപ്പിക്കൂല. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞോട് ചോദിച്ചാൽ അള്ളാഹു തരും. അങ്ങനെയുള്ള അവസ്ഥയാണ്. അതിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ എന്നുള്ള ചോദ്യമാണ് ഈ ദുആയിലൂടെ. ഈ ദുആയിന് വല്ലാത്ത ബെനിഫിറ്റാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിയിൽ ഈ ദുആ മറക്കാതെ നമ്മൾ പാരായണം ചെയ്യേണ്ടവരാണ്. ഇന്നത്തെ പരിശുദ്ധമായ തറാവീഹ്, ഇന്നത്തെ തറാവീൻ്റെ പോരിശ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യർഫഉല്ലാഹു ലഹു അൽഫ ദറജത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ 1000 പദവി കൂട്ടും. സ്വർഗ്ഗത്തിൽ ചുമ്മാ ആക്കിയിട്ട് പോരുന്നല്ല, സ്വർഗ്ഗത്തിൽ 1000 പദവി കയറും. സ്വർഗ്ഗത്തിൽ പോകുന്നവർക്കല്ലേ സ്വർഗ്ഗത്തിലെ പദവി, അവിടെ ഉന്നതമായ സ്ഥാനം കിട്ടുന്നവർക്കല്ലേ ദർജ കിട്ടുക. അതെല്ലാം അള്ളാഹു 1000 പദവി നമുക്ക് കൂട്ടിത്തരുന്ന നിസ്കാരമാണ് ഇന്നത്തെ തറാവീഹ് നിസ്കാരം. വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله